ഹായ് നമസ്കാരം. ഞാൻ സഞ്ജയ്. ജിമ്മിൽ വരുന്ന പകുതി പേര്, അതായത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും എൻ്റെ വയറ് കുറയുന്നില്ല, ബാക്കിയെല്ലാം ഫിറ്റാകുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ ചോദിക്കും. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ്? വർക്കൗട്ട് എന്ന് പറയുന്നത് വെറും ഒരു 50%, ബാക്കി മൊത്തം നമ്മുടെ ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ ഇവരുടെ കാരണങ്ങൾ ചോദിക്കുമ്പോൾ പറയും, ഞാൻ രാവിലെ 2 ചപ്പാത്തിയേ തിന്നുള്ളൂ, വേറൊന്നും കഴിക്കുന്നില്ല, ഉച്ചയ്ക്ക് ചോറ് വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ, വൈകുന്നേരം ഒന്നും കഴിക്കുന്നില്ല. ഓക്കെ, എന്നിട്ടും വയറ് പറയണമെങ്കിൽ എന്നെ എന്തെങ്കിലും റീസൺ കാണുമല്ലോ. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പറയും, നൈറ്റ് എന്താ കഴിക്കുന്നത്? നൈറ്റ് കുറച്ച് അമൃതം പൊടിയും കുറച്ച് പാലും മാത്രമേ കഴിക്കുന്നുള്ളൂ. കഴിഞ്ഞില്ലേ? അമൃതം പൊടിയും മുത്താറിക്കൽ കുഞ്ഞുങ്ങൾക്ക് ശരീരം നന്നാകാൻ വേണ്ടി കൊടുക്കുന്ന സാധനമാണ്, ധാതുപുഷ്ടിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഈ അമൃതം പൊടിയും മുത്താറിയും പാലും കൂടാൻ പറ്റുന്ന ഫാറ്റായില്ലേ? നമ്മൾ കഴിക്കുന്ന ചപ്പാത്തിയേക്കാളും ചോറിനേക്കാളും കൂടുതൽ ഫാറ്റല്ലേ വരുന്നത്. ആദ്യം അത് സ്റ്റോപ്പ് ചെയ്യുക. അമൃതം പൊടിയും മുത്താറി പോലുള്ള സാധനങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ പാല്. പ്രായപൂർത്തിയായ ജീവികളിൽ പാല് കുടിക്കുന്നത് മനുഷ്യന് മാത്രമേ ഈ ലോകത്തുള്ളൂ. വേറെ ഒരു ജീവിയും പാല് കുടിക്കാറില്ല. അത് നമ്മളത് അറിഞ്ഞിരിക്കണം. പാല് കുടിക്കാം, ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് കുടിക്കാം കാൽസ്യത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ കണ്ടിന്യൂ ആയിട്ട് പാലും അമൃതം പൊടിയും മുത്താറൊക്കെ യൂസ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഫാറ്റ് കട്ടാവില്ല. പ്രത്യേകിച്ച് ലോവർ ഫാറ്റ്. ലോവർ ഫാറ്റ് പോകണമെങ്കിൽ ബോഡിയിൽ ഒരു 60% ഫാറ്റോളെങ്കിലും കട്ടാവും. കട്ടായാൽ മാത്രമേ ലോവർ ഫാറ്റ് പോകുള്ളൂ. അതിന് വേണ്ടത് നമ്മൾ കൃത്യമായൊരു ഡയറ്റ് പ്ലാനാണ്. നാളെ മുതൽ ഞാൻ പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ നമുക്ക് ലോ ബജറ്റിലൊരു ഡയറ്റ് പ്ലാൻ കൊണ്ടുപോകാമെന്നുള്ളത്. ഇന്ന് തൽക്കാലം ഇത്രയും വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.